നമസ്കാരം. ഒരു വർഷം മുൻപാണ്, കൃത്യമായി പറഞ്ഞാൽ ജൂൺ 18-ാം തീയതി 2023 ഖാലിസ്ഥാൻ ഭീകരവാദിയായ ഹർദീപ് സിംഗ് നിജ്ജാർ കൊല്ലപ്പെടുന്നത്. ആ കൊലപാതകത്തിന് തൊട്ടു പിന്നാലെ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഉലയുന്ന കാഴ്ച ലോകം കണ്ടതാണ്. ജസ്റ്റിൻ ട്രൂഡോ ഇന്ത്യക്കെതിരെ പരസ്യമായി തന്നെ പാർലമെന്റിൽ പ്രസ്താവനകൾ നടത്തുകയും ചെയ്തു. ഈ ഹർദീപ് സിംഗ് നിജ്ജാറിന്റെ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യയാണ് എന്നുള്ള അടിസ്ഥാനരഹിതമായ ആരോപണം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. ഒരു വർഷമായിട്ടും അതിന് കൃത്യമായ തെളിവുകൾ നിരത്താൻ കാനഡയ്ക്ക് സാധിച്ചിട്ടുമില്ല. ഇപ്പോഴിതാ കനേഡിയൻ പാർലമെന്റിൽ ഹർദീപ് സിംഗ് നിജ്ജാറിന്റെ ചരമവാർഷികത്തോട് അനുബന്ധിച്ചുകൊണ്ട് മൗന പ്രാർത്ഥന നടന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. ഒരു നിമിഷം നിശബ്ദമായി നിന്നുകൊണ്ട് കനേഡിയൻ പാർലമെന്റ് ഈ ഹർദീപ് സിംഗ് നിജ്ജാറിന് ആദരം അർപ്പിച്ചിരിക്കുകയാണ്. തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ച് ഇത് ആശങ്ക ഉളവാക്കുന്ന ഒരു നടപടി തന്നെയാണ്. ഇന്ത്യ ഭീകരവാദി എന്ന് മുദ്ര കുത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ ഭീകരവാദികളുടെ പട്ടികയിൽപ്പെടുന്ന ഖാലിസ്ഥാൻ ഭീകരവാദിയെയാണ് നിലവിൽ കാനഡ ആദരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷവും അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളോടുള്ള ഒരു കൂറ് കൂടിയാണ് ഇതിലൂടെ കാനഡ പ്രകടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കനേഡിയൻ പാർലമെന്റിലുള്ള ഖാലിസ്ഥാനി വാദികളുടെ അല്ലെങ്കിൽ ഖാലിസ്ഥാൻ അനുകൂലികളുടെ എണ്ണം വളരെ കൂടുതലാണ്. മാത്രമല്ല, കാനഡയിലുള്ള സിഖ് ജനസംഖ്യ, അത് കാനഡ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നതിൽ ഒരു നിർണായക പങ്ക് ചെലുത്താൻ അവർക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ജസ്റ്റിൻ ട്രൂഡോയുടെ നയങ്ങളൊക്കെയും ഇവർക്ക് അനുകൂലമായി വന്ന് ഭവിക്കുന്നത്. വെറും തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടി മാത്രമായി ഒരു ഭീകരവാദ സംഘടനയെ സ്വന്തം മണ്ണിൽ വളർത്തിക്കൊണ്ടുവരിക, അതും മറ്റൊരു രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്നവരെ, ഇത് തന്നെയാണ് ട്രൂഡോ നേരിടുന്ന വലിയ ആരോപണം. അതിനിടയിലാണ് ഇപ്പോൾ കനേഡിയൻ പാർലമെന്റിൽ ഹർദീപ് സിംഗ് നിജ്ജാറിന് വേണ്ടി മൗന പ്രാർത്ഥന നടത്തിയിരിക്കുന്നത്. എന്തായാലും കാനഡയിലുള്ള ഖാലിസ്ഥാൻ അനുകൂലികൾക്ക് വലിയ സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ്, വലിയ സന്തോഷം നൽകുന്ന ഒരു നടപടിയാണ് കനേഡിയൻ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഇതിൽ പ്രതികരണം ഒന്നും തന്നെ ഇന്ത്യ രേഖപ്പെടുത്തിയിട്ടില്ല. വരും ദിവസങ്ങളിൽ ഇന്ത്യ എന്ത് മറുപടി പറയും എന്നുള്ള കാത്തിരിപ്പിലാണ് ലോകം. ന്യൂസ് ഡെസ്ക് സിനി മലയാളം.